എന്നിട്ട് രണ്ടുപേരുള്ള സാഹചര്യത്തില് രണ്ടുപേര് ചേർന്ന് റോളർ ബാൻഡേജ് ഇതേപോലെ ഉള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള കുറച്ച് സ്ട്രെച്ച് ആവുന്ന വലിയുന്ന തരത്തിലുള്ള റോളർ ബാൻഡേജ് ഉപയോഗിച്ച് ഒരാള് മുന്നിൽ നിന്ന് പിന്നിലേക്കും ഒരാള് സൈഡ് ടു സൈഡ് ആയിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും. ഒരാള് മുന്നിൽ നിന്നും പിന്നിലേക്കും ഒരാള് സൈഡിൽ നിന്നും സൈഡായിട്ട് റോൾ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് എമർജൻസി റെസ്പോൺസ് ടീം അംഗങ്ങൾക്കുള്ള ദുരന്ത നിവാരണ പരിശീലനം മാത്ര EMS ഹാളിൽ നടന്നു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശാരുതി ഉദ്ഘാടനം നിർവഹിച്ചു. മഴ പെയ്താൽ മാത്രം വെള്ളം കയറുന്ന സ്ഥലങ്ങളും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് വിവിധ പ്രദേശങ്ങളിൽ വിവിധ രീതിയിലുള്ള മെത്തേഡുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനു പുറമെ പല ആക്സിഡന്റുകളും നമ്മുടെ കൺമുന്നിൽ കാണാറുണ്ട് അല്ലെ. ഒരാള് ചോര വാർത്തൊലിച്ച് കിടക്കുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യണം എന്നുള്ളത് ചിലർക്കെങ്കിലും അറിയാത്ത ഒരു സ്ഥിതിയുണ്ട്. പലർക്കും ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരാണ്, ചിലർക്കെങ്കിലും അത് അറിയാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരാളും ഫസ്റ്റ് എയ്ഡ് കിട്ടാതെ അവരുടെ ജീവന് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ലിഫ്റ്റിംഗ് ക്യാരിയിങ് മെത്തേഡ്സ്, ബ്ലീഡിംഗ് കൺട്രോൾ, ഫസ്റ്റ് എയ്ഡ് മെത്തേഡ്സ്, CPR, FBAO, റോപ്പ് റെസ്ക്യൂ മെത്തേഡ് തുടങ്ങിയവയാണ് പരിശീലിപ്പിച്ചത്. നിരവധി പേർ പരിശീലന പരിപാടിയുടെ ഭാഗമായി.